സോ ഗൈസ്, നമ്മളപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ രാമായണത്തിൻ്റെ ട്രെയിലർ റിയാക്ഷൻ വന്നിട്ടുണ്ട്. സോ ആ ട്രെയിലർ റിയാക്ഷനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത കുറച്ചധികം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ സംസാരിക്കുമ്പോൾ ഒരുപാട് ലെങ്തി ആവുമെന്ന് നമ്മൾ സംസാരിച്ചങ്ങ് പോയി. പിന്നെ അത് റിയാക്ഷൻ വീഡിയോ ഒക്കെ ഇടുന്നതിന് പകരം നമ്മൾ അതിനെ കട്ട് ചെയ്ത് നമ്മൾ ഇതിൻ്റെ വാരെ കൊണ്ട് ചേർക്കാണ്. സോ ഇതൊരു ചെറിയ ഡിസ്കഷൻ ആയിട്ട് നിങ്ങൾ എടുക്കുക, അതായത് ട്രെയിലർ തോട്ട്സ് ആയിട്ട് അങ്ങോട്ട് കാണുക അല്ലേ. അപ്പം നമുക്ക് നീണ്ട തോട്ട്സ്. അപ്പം നമുക്ക് ആ ഡിസ്കഷനിലേക്ക് പോകും. ഇത് ബേസിക്കലി ഇവർ ഉദ്ദേശിക്കുന്നത് ഈ ട്രെയിലർ കട്ട് നമ്മൾ നന്നാക്കാം എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ഇവരുടെ ഉദ്ദേശം ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ നമുക്കൊരു വലിയ മെറ്റീരിയൽ വേണം. ഈ 2 മിനിറ്റ് ട്രെയിലറിനേക്കാൾ 4 മിനിറ്റ് ട്രെയിലറിനാകുമ്പോൾ കുറച്ചധികം വിഷ്വൽസ് ഇൻക്ലൂഡ് ചെയ്യാം, കുറച്ച് കൂടുതൽ എക്സ്ട്രാവിഗൻസ് ആൾക്കാരെ കാണിക്കാം. അതായത് ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും, വൈഡ് ഷോട്ടുകളിലാണ് ഈ വി എഫ് എക്സിൻ്റെ പരിപാടികൾ മൊത്തം നമ്മളെ വിഷ്വലിൽ കാണിക്കാൻ വേണ്ടിയാണ് ഈ വൈഡ് ഷോട്ടുകൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഡിസ്പ്ലേ പോലെ ഒരു എന്താ പറയുക, നമ്മളൊരു പോർട്ട്ഫോളിയോ പോലെ എടുക്കുന്ന സമയത്ത് ടി വിയിൽ ഇങ്ങനെ നല്ല വിഷ്വൽ പ്ലേ ചെയ്തില്ലേ, അതേപോലെ നിങ്ങൾ ഈ സിനിമ കാണാൻ വരുന്നത് നിങ്ങളെ ആകർഷിക്കാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ഐറ്റം ഉണ്ട് മോനെ, നിങ്ങൾ കണ്ടു പറഞ്ഞിട്ട് കുറച്ച് വിഷ്വൽ എടുത്തിട്ട്, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ഇടയ്ക്ക് ഐരാവതം വന്ന് ഇങ്ങനെ പോസ്റ്റിലൊന്നും നിൽക്കേണ്ട കാര്യമില്ല. അപ്പൊ അല്ല, അത് തെറ്റായിട്ട് പറയുമല്ല. നമ്മൾ പറയുന്നത് ഇപ്പൊ നമ്മൾ വിഷ്വൽസ് കാണിക്കാൻ ഇതിന്റെ പിന്നിലെ ഇന്റൻഷൻ. ചേട്ടാ, അത് എനിക്ക് മനസ്സിലായത് അവർക്ക് ആക്ച്വലി ഈ പടത്തെ മാർക്കറ്റ് ചെയ്യാൻ ഇതേ ഉള്ളൂ അവരുടെ കയ്യിൽ. രാമായണത്തിന്റെ കയ്യിൽ ഞങ്ങളുടെ വെറൈറ്റി കഥയൊന്നും പറയാനില്ലല്ലോ. ഇപ്പൊ ഈ കഥ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, മെജോറിറ്റി ഓഡിയൻസ് കണ്ട എല്ലാവർക്കും ഇപ്പം കഥ അറിയാം. അല്ല, എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പം എന്താ പറയാ, ഈ രാമായണം പോലെ എപ്പിക്സിന്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കയ്യിൽ അവരുടെ ഒരു വേർഷൻ ഉണ്ട്. ഇപ്പം രാമായണം എന്ന് പറയുമ്പോൾ തന്നെ നിന്റെ മനസ്സിലൊരു വേർഷൻ ഉണ്ട്, എൻ്റെ മനസ്സിലൊരു വേർഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഡയറക്റ്റ് പ്രസന്റ് ചെയ്യാൻ, അതായത് ലിറ്റററി ട്രാൻസ്ലേഷൻ ടു സ്ക്രീൻ, ആ സംഭവം ചെയ്യാൻ വലിയ പാടാണ്. അഡാപ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടെ, അതാണ് ഇപ്പം നമ്മൾ വാരണാസിയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു സെഗ്മെന്റ് എടുത്ത് അഡാപ്റ്റ് ചെയ്യണം അപ്പോഴത്തേക്ക്. അത് കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആണ്. ഇത് ഡയറക്റ്റ് കാണിക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഓക്കെ, ഇത് നമ്മൾ അറിയാവുന്ന സാധനം 4000 കോടിയിൽ കാണുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ള എക്സൈറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ എക്സൈറ്റ്മെന്റ് ഒരു ബിഗ് സ്ക്രീനിൽ 3Dയിൽ ഇതിന്റെ വ്യൂയിങ് എക്സ്പീരിയൻസിനെ പറ്റി മാത്രമാണ് നമ്മൾ ബോധരാകുന്നത്. കാരണം നമുക്കിപ്പം ഇതിന്റെ വിഷ്വലാണ് നമ്മളെയും ഈ സിനിമയിലേക്ക് ഇതെങ്ങനെയായിരിക്കും ഇവർ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടിയാണ്. എനിക്കും ഈ ആക്ടിങ് ഏരിയ ഇവരുടെ അല്ലാത്തൊരു വേർഷൻ നമ്മൾ, അതായത് നമ്മൾ തിയേറ്ററിൽ കണ്ടിട്ടില്ലേ രാമായണം. ആദിപുരുഷ് ബേസിക്കലി ഇതിന്റെ ഒരു വളരെ വികല്പമായിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ ആണെന്നാണ് പറയാം. അതൊരു എക്സ്പെരിമെന്റൽ മൂവി. അതെ, അത് ഓം റൗട്ട്സ് രാമായണം അതാണ്. അപ്പൊ ഇത് രാമായണത്തിന്റെ ഏറ്റവും എന്താ ക്ലാസിക്കൽ എന്ന് പോലും പറയാൻ പറ്റില്ല. ഇതൊരു ക്ലാസിക്, അതായത് നമ്മൾ പറയുന്നത് ക്ലാസിക് മൂവി എന്ന് പറയുന്ന ലൈൻ ഓഫ് ഒരു പടമല്ല. അതായത് നമ്മൾ പറഞ്ഞില്ല, അതായത് ഈ ആക്ച്വലി ഈ പടം സഞ്ജയ് ബൻസാലി ആയിരുന്നു എനിക്ക് നിതേഷ് തിവാരിക്ക് പകരം വന്നിരുന്നത്. അതെ, അതായത് ഈ ഇതിന്റെ ടോക്കി പോർഷൻസ് മാത്രം ചെയ്യാനാണെങ്കിൽ പോലും ബൻസാലി സ്കൂൾ ഓഫ് വിഷ്വൽസ് ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു, അതായത് ബൻസാലി സ്കൂൾ ഓഫ് വിഷ്വൽസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ഇന്ത്യനാണ് അതിന്റെ വിഷ്വൽസിന്. ഇതിന് അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ളൊരു ക്വാളിറ്റി. അതായത് നമ്മൾ ഇപ്പൊ ഇവര് ഈ ഇത്രയും വലിയ VFX ഈ സീക്വൻസ് നമ്മളെ കാണിക്കുന്നത്, നിങ്ങൾ ഇത് കണ്ടോന്ന് ചോദിച്ചാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എക്സൈറ്റ്മെന്റ് ഇല്ല. കാര്യം നമ്മൾ ഇതുപോലെ വലിയ CGI ഹെവി ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇത് കാണാൻ വേണ്ടി VFXന്റെ പരിപാടി കാണാൻ വേണ്ടി, അതെ, നമ്മളെ സംബന്ധിച്ച് രാമായണം ഇത്രയും വലിയ സ്കെയിൽ കാണുന്നു. ഇവർ ഈ പുഷ് ചെയ്യുന്ന മുഴുവൻ US ഓഡിയൻസ്. ഇപ്പം അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവര് എത്രയാ 10 വർഷത്തിന് മുമ്പ് ലോർഡ് ഓഫ് റിങ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. അവിടെ ഇതേപോലത്തെ ജീവികളും ഇപ്പം ഈ അടുത്തിറങ്ങിയ സ്പൈഡർമാൻ്റെ അകത്തെ ഹൾക്കിന്റെ ക്വാളിറ്റി ഓഫ് VFX പോലും നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നില്ല. ഇതിനകത്തെ 2-3 രാക്ഷസന്മാരെ കാണിച്ചിട്ടും ഞാൻ പറയുന്നത് VFX ക്വാളിറ്റിയാണ്. രാക്ഷസൻ ഹൾക്ക് അങ്ങനത്തെ കമ്പാരിസൺ ഒന്നുമല്ല. നമ്മളിപ്പോൾ ഹൾക്കിനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അവഞ്ചേഴ്സിൽ പോലും ഹൾക്കിന്റെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ വരുന്ന പരിപാടികളും ആ ഒരു ക്വാളിറ്റി ഇതിന്റെ രാക്ഷസന്മാർക്ക് ഫീൽ ചെയ്യുന്നില്ല. അതൊരു അത് കണ്ടോ എന്ന് കാണിക്കാൻ മാത്രം തോന്നുന്നില്ല. അതായത് എനിക്ക് കാര്യം പറയണം, നമ്മുടെ കാന്താര ചാപ്റ്റർ 1 ഈ ബ്രഹ്മരാക്ഷസനെ അവതരിപ്പിച്ചോണ്ട് ശ്രദ്ധിച്ചു. അതായത് ആ പടത്തിന്റെ ബജറ്റ് ചാപ്റ്റർ 1 എന്നുള്ള സെക്കൻഡ് പാർട്ട്. അപ്പോൾ അതില് ബ്രഹ്മരാക്ഷസനെ അവതരിപ്പിച്ചു. ആ പടത്തിന്റെ ബജറ്റ് വെച്ച് നോക്കി അതായത് 150-160 ആ റേറ്റിലൊന്നാണെന്ന് പറയുന്നത്. ആ ബജറ്റിൽ അവർ ആ വിഷ്വൽ അന്ന് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അത് ഈ പറയുന്ന ഹാൻഡിൽ, അതായത് അതിനകത്ത് എന്ത് പരിപാടി ചെയ്ത് ഇങ്ങനൊരു അതിപ്പോ ഒരു ഗുഹയിൽ പോകുന്ന അങ്ങനെ ഒരു വിഷ്വൽ ഫ്ലെയർ ഇതിനകത്ത് നമുക്ക് കാണുന്നില്ല. ഇതിപ്പം നമ്മള് 2 പേര് നിൽക്കുന്നു പറഞ്ഞാൽ 2 പേര് നിൽക്കുന്നത് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്കിത് വേറെ രീതിയിൽ എന്ത് ചെയ്താൽ, അതായത് ഒരു ക്രിയേറ്റീവായിട്ട് ഈ വിഷ്വൽ, അതായത് ഈ ഒരു സീനെ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന
ഒരു ഭയങ്കര ഫിലിം മേക്കിംഗ് ലൈനിലല്ല, ഇത് വളരെ ബേസിക് ഫിലിം മേക്കിംഗ് ലൈനിലാണ്. സേഫ് എന്ന് വേണേ പറയാം. കാരണം അവർക്കും ഭയങ്കര പേടിയുണ്ട്. ഇവർ ഇത് തുടങ്ങിയപ്പോൾ തൊട്ട് ഇതിനെ എല്ലാവരും എടുത്ത് പ്രോത്സാഹിപ്പിക്കുമല്ലോ. രാമായണം 4000 കോടിക്ക് എടുക്കുന്നു. അപ്പോൾ അവർക്കും ഭയങ്കര കൺഫ്യൂഷനാണ്. എനിക്ക് തോന്നുന്നു ഇനിഷ്യൽ ഒരു സംഭവം, ഒരു VFX മാത്രമായിട്ടുള്ളൊരു ടൈറ്റിൽ അനൗൺസ്മെന്റ് അവിടം വരെ ഇവർക്ക് പോസിറ്റീവാണ്. ഇവർക്ക് നെഗറ്റീവ് അന്ന് ആ പോയിന്റിൽ ഉണ്ടായിരുന്നത് ഏക നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ് ആർക്കും അന്ന് തൊട്ടേ വർക്കാകുന്നില്ല. അത് ഒരു കാലത്തും നമുക്ക് ഈ ഇതുപോലത്തെ എപ്പിക്സ് എടുത്തിട്ട് കൃത്യമായിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഒരുപാട് പേരുടെ അഭിപ്രായത്തിൽ വളരെ ഓഫാണ് ഈ കാസ്റ്റിംഗ്. അതായത് തമ്മിൽ ഭേദം എന്ന് പറഞ്ഞാൽ ലക്ഷ്മണന്റെ കാസ്റ്റിംഗ് പൊതുവെ ഇഷ്ടമാണ്. പക്ഷേ ഈ സണ്ണി ഡിയോൾ ഹനുമാനായിട്ടെന്ന് പറയുമ്പോൾ അത് എന്താണ് കണ്ടില്ല. ഇത് എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കും? കാരണം ഒന്ന് ഈ ഏജിന്റെ ഒരു ഇഷ്യൂ ഒരുപാട് പേർക്ക്. ഹനുമാൻ ആയിട്ട് എങ്ങനെ പുള്ളി കുറച്ച് എന്താ ജനറൽ അല്ലേ അവരുടെ ആർമിയിൽ. അപ്പം എന്തുകൊണ്ടാണ് ആ ഡിസിഷൻ അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഇല്ല ഇത് അടുത്ത സെക്കൻഡ് പാർട്ടിലായതുകൊണ്ടായിരിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നത് ചേട്ടനൊരു വിഷയം ഉണ്ടോ പറഞ്ഞില്ലേ, ഈ സീനിൽ ഹനുമാൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ എൻഡിങ്, അതായത് ഈ ഫസ്റ്റ് പാർട്ടിന്റെ എൻഡിങ് എന്ന് പറയുന്നത്, എൻഡിങ്ങിൽ ഡെഫിനറ്റ്ലി ഹനുമാനെ കാണിക്കുമായിരിക്കും. അതായത് ഹനുമാന്റെ ഇൻട്രൊഡക്ഷനിലോ ആ ഒരു അത് കാരണം അത് നമ്മുടെ ഈ സിനിമയുടെ ഒരു പീക്ക് മൊമെന്റ് ആയിട്ട് അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിപ്പോ തിയേറ്ററിൽ വന്നിരിക്കുന്ന ട്രെയിലറിൽ ആരും ഹനുമാനെ കണ്ടില്ല, ഒരുപാട് പേര് ഹനുമാനെ വേണ്ടി ചോദിക്കുന്നുണ്ട്. അപ്പം നല്ലതാണ്. പാർട്ട് 1ന്റെ എൻഡിങ്ങിലാണ് നമ്മൾ ക്ലൈമാക്സിൽ ഒരു ടൈലറിലോ നമ്മുടെ ഈ ഹനുമാന്റെ ഇൻട്രൊഡക്ഷൻ സീനോടെയാണ് ഇത് നിൽക്കുന്നതെങ്കിൽ അത് തിയേറ്ററിൽ ഒരു വലിയ ഹനുമാൻ മാത്രമല്ല ഈ തിയേറ്ററിൽ വരാൻ പോകുന്നവർക്ക് വേണ്ടി കുറച്ചധികം നല്ല കാര്യങ്ങൾ ഇവർക്ക് പൂഴ്ത്തി വെക്കാൻ സാധിച്ചാൽ ഇനിയൊന്നും ലീക്ക് ആവാതെ ഈ പറയുന്ന പോലെ ട്രെയിലറുകളിൽ നമ്മൾ ചുമ്മാ ഇട്ട് കാണിക്കാതെ അങ്ങനെ. കാരണം രാമായണത്തിനെ കുറിച്ച് കഥാപരമായിട്ട് ഇനി നമുക്കൊന്നും ഹിഡൻ ആയിട്ടില്ല. ഈ സൈഡ് സ്റ്റോറീസ് കുറേ ഉണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് അറിയാത്ത സൈഡ് സ്റ്റോറീസ് ഉണ്ട്. ഈ പറയുന്ന രാവണൻ രാജ്യം കീഴടക്കുന്ന സ്റ്റോറിയുടെ ഡീറ്റെയിൽസ് ചിലപ്പം ഒരുപാട് പേർക്ക് അറിയത്തില്ല. അതേപോലെ തന്നെ ഇവർ ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ എത്തിയിട്ട് വീണ്ടും ഒരു പോർഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ആ പോർഷനും നമ്മൾ അതിനു മുമ്പ് വെച്ച് രാമായണം നിർത്തുവാണ് പറഞ്ഞു. സിനിമാറ്റിക് ആയിട്ട് നമുക്ക് തിയേറ്ററിൽ കാണാനുള്ള അത് ഫൈനലി രാവണന്റെ അടുത്തു നിന്ന് സീതയെ രക്ഷിച്ചുകൊണ്ട് ശ്രീരാമൻ തിരിച്ചു പോകുന്നിടത്താണ് സിനിമാറ്റിക് ഒരു എൻഡിങ് എന്ന് പറയുന്നത് അവിടെയാണ്. അപ്പം അത് കഴിഞ്ഞിട്ടും രാമായണം പോകുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന, ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവർക്ക് അറിയാം ആ പോർഷൻ ഇന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ കുറച്ചധികം ഡിസ്കഷൻസ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഈ സീരീസ്, ഈ വേർഷൻ ഓഫ് രാമായണവും നമിത് മൽഹോത്രയുടെ നിന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. നമിത് മൽഹോത്ര എവിടെ നിർത്തുന്നോ അവിടെ നിൽക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പുള്ളിയുടെ വേർഷൻ അല്ലെങ്കിൽ ഇവരുടെ വേർഷൻ, ഇപ്പം ഒഡീസിക്ക് നമ്മൾ അങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്ത് വേണേ പോവാം. നോളന്റെ വേർഷനിൽ നമ്മൾ ഒഡീസി കാണുന്നു അങ്ങനെ. അപ്പോൾ ഫുള്ളി നമ്മൾ ആ ക്രിയേറ്ററിന്റെ വിഷൻ എന്താണ് എന്നിട്ട് നമുക്ക് അഭിപ്രായം പറയാം, ഇത് പടമൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട്. അല്ലെങ്കിൽ നമ്മുടെ വേർഷൻസ്, നമ്മുടെയൊക്കെ തലയിലുള്ള വേർഷൻസുമായിട്ട് കമ്പയർ ചെയ്യുക. അതാണിപ്പം ഇന്റർനെറ്റ് ത്രൂ ഔട്ട് നടക്കുന്നത്. അതിന് ഒരു എൻഡോ ഒരു ശരി തെറ്റുകളോ ഒന്നുമില്ല. ഇപ്പം എൻ്റെ മനസ്സിലുള്ള സീതയല്ല സായി പല്ലവി എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ അഭിപ്രായമാണ്. സത്യവും കള്ളവും തെറ്റിനും ശരിയൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിലുള്ള സീതയല്ല, അത്രേ ഉള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഈ കാസ്റ്റിങ്ങിൽ എനിക്ക് ക്യൂരിയോസിറ്റിയാണ് തുടക്കം തൊട്ട്. ഇവരൊക്കെ ഞാൻ ഇവരെയൊന്നും കാസ്റ്റ് ചെയ്യത്തില്ല, പക്ഷേ ഇവരൊക്കെ വരും ചോദിച്ചാൽ നമ്മൾ പറഞ്ഞാൽ അപ്പം തന്നെ അടിച്ച് കഴിക്കിട്ടു. പക്ഷേ ഇവരെ കാസ്റ്റ് ചെയ്യുന്ന ആ ഡയറക്ടറിനോ അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സിനോ ഒരു റീസൺ ഉണ്ടാവല്ലോ. അതെ, ഇത് അവരുടെ ഡിസിഷനാണ്. അപ്പോൾ ആ റീസൺ അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പം നമുക്ക് വരുന്ന വിഷ്വൽസിൽ നിന്ന് നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റും. അപ്പം ഇതുവരെ കണ്ട രാമൻ എനിക്ക് കൺവിൻസിങ് അല്ല. അത് മെയിനായിട്ട് ഒന്ന് ലുക്കാണ്. പുള്ളി എക്സ്ട്രാ സേഫ് ആയിട്ട് പ്ലേ ചെയ്യും. ഇപ്പം ഇതിൽ ആ മറ്റേ രാവണനെ ഞാൻ കൊല്ലും എന്നൊക്കെ പറയുന്ന സീനൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളിത് എന്നിട്ട് കാരണം നമുക്ക് അതിലൊരു ആ ഷോട്ടിൽ പോലും രൺവീറിന്റെ ഒരു മിഡ് ഷോട്ടാണ്, ഒരു മീഡിയം ക്ലോസപ്പ്. ബട്ട് സ്റ്റിൽ നമുക്ക് അതിനകത്തൊന്നും ഒന്നും ഒരു രീതിയിലുള്ള ഒരു ഇമോഷനോ അല്ലെങ്കിൽ ഒന്നുമില്ല. ഭയങ്കര പ്ലെയിൻ ആയിട്ട് നമ്മളിങ്ങനെ വെറുതെ ഒരു ആക്ടിങ് ക്ലാസ്സിൽ ഫസ്റ്റ് ചെല്ലുന്ന ഒരു സ്റ്റുഡന്റ് നിന്ന് ഒരു സാധനം പറഞ്ഞ ഒരു ഡയലോഗ് ഡെലിവറി ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഡയലോഗ് പറയുന്നുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഞാൻ ആ ഡയലോഗിനെ അതിന്റെ ഫുൾ ഇമോഷണലി പ്രസന്റ് ചെയ്യാന്നുള്ള സംഭവമില്ല. അതേ സമയത്ത് കുറച്ചധികം ഈ എസ്തെറ്റിക്കലി രാമ ഇവിടെ നിൽക്കണം, ലക്ഷ്മൺ കറക്റ്റ് ആയിട്ട് സ്ക്രീനിൽ ഇവിടെ നിൽക്കണം, അനങ്ങരുത്, ഈ സാധനം ഇവരെ ഒരുപാട് റെസ്ട്രിക്ട് ചെയ്താലും ചിലപ്പോൾ ഈ പ്രശ്നം അങ്ങനെ. അത് എവിടുന്നാണ് ആ റെസ്ട്രിക്ഷൻസും ആ സ്റ്റിഫ്നെസ്സും വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ നമ്മളിങ്ങനെ പുള്ളി നിന്ന് ഒന്നെങ്കിൽ പുള്ളിയെ കാസ്റ്റ് ചെയ്തപ്പോൾ തൊട്ട് ഒരുപാട് നെഗറ്റിവിറ്റി വരുന്നുണ്ട്. പുള്ളി
പേടിച്ചിട്ട് ഭയങ്കര സേഫ് ആയിട്ട് ഞാൻ ഒരു വിരൽ പോലും രാമൻ അങ്ങനെ വിരൽ അനക്കത്തില്ലെന്ന് പറഞ്ഞാൽ തീർന്നില്ല. അപ്പം വളരെ സേഫ് ആയിട്ട് എൻ്റെ ഡയലോഗുകൾ ഫേസിൽ ഇങ്ങനെ മറ്റേ വളരെ എപ്പോഴും കാംനെസ് ആയിരിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഇപ്പം ഡയറക്ഷൻസ് കൊടുക്കുമല്ലോ, നമുക്കത് അത്രയും ഒന്നും ഡയറക്ഷൻസ് ചിലപ്പം അത്രയും വലിയ ഒരു എന്താ കോംപ്ലക്സിറ്റി വൈസ് ഹെവി റോൾ എല്ലാം കൂടെ തലയിൽ എടുത്തിട്ട് അപ്പോഴത്തേക്കും കുറച്ച് കയ്യിൽ നിന്നൊക്കെ പോകും. അത് എനിക്ക് ഇതിൽ കാണാൻ പോലെ സായി പല്ലവി ഇപ്പം ഹിന്ദിക്കാരി അല്ലെങ്കിൽ പോലും പുള്ളിക്കാരി ഡയലോഗ് പറയുന്നിടത്ത് പുള്ളിക്കാരുടെ ഇപ്പൊ ഇതിനകത്ത് കാണിച്ച അത്രയും ഡയലോഗ് തന്നെ ഒരു വേരിയേഷൻ ഉണ്ട്. എനിക്ക് അത് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ഈ ഡയലോഗ് ഞാൻ പറയും ഇപ്പൊ നമ്മുടെ രാഷ് പോലും സംസാരിക്കുന്ന റോക്കി ബായ് വൈബിലാണെങ്കിലും സായി പല്ലവിയുടെ ക്യാരക്ടർ സീത സംസാരിക്കുന്നത് നമുക്ക് ആ ഡയലോഗ് ഡെലിവറിയിൽ ഒരു ചെറിയ എനിക്ക് ആക്ച്വലി ഫീമെയിൽ കാസ്റ്റ് സൂർപ്പണകയുടെ ഡയലോഗ് ഡെലിവറിയും ഒരു രസം തോന്നി. പക്ഷേ എനിക്ക് വിഷ്വലാണ് ഇവരുടെയൊക്കെ പ്രശ്നം. എസ്പെഷ്യലി രാഹുൽ പ്രീത് സിംഗിനെ നമുക്ക് ഇങ്ങനെ കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം ആ ക്യാരക്ടർ അതത്ര അഭിനയ വൈസ് വല്ല ഇതാക്കത്തില്ല. പക്ഷെ പുള്ളിക്കാരി ലുക്ക് വൈസ് മേ ബി ഒരുപാട് പേരുടെ ചോദ്യം നമ്മൾ മലയാളത്തിൽ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് പേരുടെ കംപ്ലൈന്റ് എന്ന് വെച്ചാൽ ഈ ശൂർപ്പണക ആക്ച്വലി സീതയെ കാണുന്ന സമയത്ത് ഇത്രയും വലിയൊരു സൗന്ദര്യം ഇവിടെ കണ്ടിട്ടില്ല എന്നുള്ള ലൈനിലൊരു ഇതുണ്ട്. അപ്പം അത് സംസാരിക്കുന്നത് ഇവിടെ രാഹുൽ പ്രീത് സിംഗ് സായി പല്ലവി നോക്കിയാണ് എന്ന് പറയുന്നതാണ് ഇപ്പൊ ഇന്റർനെറ്റ് നടക്കുന്നത്. ഈ സൗന്ദര്യം ഭയങ്കര സബ്ജക്റ്റീവാണ്, മോഡേൺ ആണ്. അങ്ങനെ ഇപ്പൊ കേരളത്തിൽ ഇരിക്കുന്നവരുടെ കംപ്ലൈന്റ് എല്ലായിരിക്കും നോർത്ത് ഇന്ത്യ ഇരിക്കുന്നത്. അപ്പൊ അത്രയും വേരിയേഷൻ ഉള്ളപ്പോൾ അതിനകത്ത് ഇന്ന് ചർച്ച ചെയ്തിട്ട് എവിടെ എത്താത്തൊരു ചർച്ച. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. പിന്നൊരു തിയറി എന്ന് പറഞ്ഞാൽ ഇവർക്ക് മറ്റേ ഈ മോഡസ്റ്റി തിയറി ഇല്ലേ, അതായത് നമ്മൾ സായി പല്ലവിയുടെ കോസ്റ്റ്യൂമിങ് വളരെ മോഡസ്റ്റ് ആണ്. അതായത് പോസിറ്റീവ് ക്യാരക്ടേഴ്സൊക്കെ വളരെ മോഡസ്റ്റായിട്ട് വൃത്തിക്ക് ഡ്രസ്സ് ചെയ്യുന്നു, നെഗറ്റീവ് ക്യാരക്ടേഴ്സാണ് ഇങ്ങനെ കുറച്ച് എക്സ്പോസ് ചെയ്തൊക്കെ ആ ഒരു ലൈൻ ഓഫ് ചിന്തയുണ്ടോ ഇതിന് പിന്നിൽ? അതോ സായി പല്ലവിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ? കാരണം ഈ ബ്ലൗസ് എന്ന എലമെൻ്റാണ് ഒരുപാട് ഒരു കോസ്റ്റ്യൂമിൽ പറയുന്ന ഒരു സംഭവം. അത് കുറച്ച് ബ്രിട്ടീഷുകാരൊക്കെ വന്ന അത്രയും മോഡേൺ ഒരു നാവിയും സാരിയോ മനസ്സിലായി. അപ്പൊ അത്രയും മോഡേൺ ഒരു കോസ്റ്റ്യൂമിങ് ചോയ്സ് ആണ് ഇത്രയും പഴക്കമുള്ള ഒരു കഥയ്ക്ക് വേണ്ടി. അപ്പം ഇത് നടന്നോ ഇല്ലയോ എന്നുള്ളതല്ല, ഇതൊരു കാലഘട്ടമായിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇത് എഴുതി വെക്കുമ്പോഴത്തേക്ക് ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം ആ കാലഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് ഹിസ്റ്റോറിയൻസിലൊക്കെ ഒഡീസയ്ക്ക് ഇതേ ചർച്ചകളും പരിപാടികളൊക്കെ ഉണ്ട്. എന്നിട്ട് അതിനകത്തൊരു ബ്രോൺസ് ഏജ് നടക്കുന്ന കഥയ്ക്കകത്ത് ഇന്ന മെറ്റൽ വരുമോ എന്നൊക്കെ ഉള്ള ആ കപ്പല് അങ്ങനെ ഇഷ്ടംപോലെ ചർച്ചയുണ്ട്. അപ്പം ഇതിനെ എത്രത്തോളം ഹിസ്റ്റോറിക്കലി ആക്യുറേറ്റ് ആക്കണം, ഇങ്ങനെ ഈ ചർച്ചകളിലൊന്നും നമ്മളെ സംബന്ധിച്ച് ഇതിനൊന്നും ഒരു എൻഡ് ഉണ്ടാവത്തില്ല. ഇത് വേണമെങ്കിൽ ഹിസ്റ്റോറിക്കലി ആ കാലഘട്ടത്തിന്റെ സാധനം എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ വിഷ്വൽ, അല്ലെങ്കിൽ ചിലപ്പോൾ സായി പല്ലവിയുടെ ബുദ്ധിമുട്ടുകളായിരിക്കും. ഇപ്പം അത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ച് സായി പല്ലവിയെ കാസ്റ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പം അതിനൊരു റീസൺ ഉണ്ടാവും. അത് നമ്മൾ കാണണം. അതാ പറഞ്ഞത് ഇപ്പം ഈ സിനിമയെ പറ്റി ഇപ്പൊ നടക്കുന്ന എല്ലാ ഡിബേറ്റ്സും സിനിമ ഇറങ്ങുന്നവരെ ആയിരിക്കും. അതെ, എനിക്കിതൊക്കെ കുറെയൊക്കെ എന്താ പറയാ, സിനിമയോട് ഇഷ്ടമുള്ളവരുടെ ചർച്ച, പിന്നെ ഈ രാമായണത്തോട് ഇഷ്ടമുള്ളവരുടെ ചർച്ച, പിന്നെ മതപരമായിട്ടുള്ള ഇതൊക്കെയാണ്. പക്ഷെ ഇതിനൊന്നും എൻഡ് ഉണ്ടാവത്തില്ല. അങ്ങനത്തെ ചർച്ചകൾ അല്ല. ഈ ചർച്ചകളെല്ലാം ഈ പറഞ്ഞ പോലെ കണ്ടു തീരുമ്പോഴത്തേക്ക് നമുക്ക് കുഴപ്പമില്ല, ഇതൊരു പടം എന്നുള്ളതേ ഇല്ല. പടം ഇഷ്ടപ്പെട്ടോ ഇല്ലേ, വർക്കായോ ഇല്ലേ എന്നുള്ള ചോദ്യം മാത്രമേ അവിടെ ഉണ്ടാവും. ഒഡീസിക്കകത്ത് തന്നെ അവിടെ കൊടുമ്പിരി കൊണ്ട ചർച്ച എല്ലാം ശുഷ്കമായി പോയി. ഇവരാരും ഇല്ല പടത്തി. പിന്നെ അതിനെ പറ്റി ഒരു ഡിസ്കഷൻ ഹെലൻ ഓഫ് ട്രോയും ഇല്ല പടത്തി അധികം. പിന്നെ നമ്മുടെ അഖിലീസ് ആയിട്ട് അല്ല, ഒരാളുടെ ഇതുണ്ടായിരുന്നു, 3 പേരുടെ ആയിരുന്നു പ്രശ്നം. ആളുകൾക്ക് എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതൊന്നുമല്ല. പിന്നെ പടം ഇറങ്ങിയ വേറെ കുറെ ചർച്ചകളായിരുന്നു. അവരാരും കുഴപ്പമില്ല, ഇവന്മാർ പക്ഷെ എന്ന് പറഞ്ഞിട്ട് വേറെ ചർച്ചയ്ക്ക് പോയി എന്ന് പറയുന്നത്. ഇപ്പൊ രാമനായിട്ട് വളരെ സേഫ് ആയിട്ട് വന്നിട്ട് ചിലപ്പോൾ സീത നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഇമോഷണൽ ആകുമായിരിക്കും. നമ്മളിതെല്ലാം ജഡ്ജ് ചെയ്യുന്നത് ഈ 4 മിനിറ്റിൽ കണ്ട കുറച്ചധികം ക്ലിപ്സ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയില്ല ഇതിന്റെ. അപ്പം പക്ഷെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നതും ഈ 4 മിനിറ്റ് വീഡിയോ ആണ്. അതെ. അപ്പം നമുക്ക് ഈ സിനിമ റിലീസ് ആകുന്നവരെ നമുക്ക് സമയമുണ്ട്, എന്തും പറയാം. സിനിമ കഴിയുമ്പോൾ, സിനിമ കണ്ടതിന് ശേഷം നമുക്ക് അതെ സിനിമാക്കാരുടെ ഒരു സൗകര്യത്തിന് വേണ്ടി അങ്ങനെ, അതായത് ഒരു എൻജോയ്മെന്റിന് വേണ്ടി ഈ ചർച്ചയൊക്കെ നടത്താം. പക്ഷെ ഇങ്ങനെ ഈ ഇവരുടെ പ്രൊഫൈലിൽ പോയി അധിക്ഷേപിക്കുക, ആ സാധനം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ. അത് മാത്രമല്ല, ഇപ്പൊ ഈ സിനിമയുടെ ടീമിനെ സംബന്ധിച്ചോളം ഈ സിനിമ വരെ ഈ ഒരു ഡിസ്കഷൻ ഉള്ളതും അവർക്ക് വലിയ ഹെൽപ്ഫുൾ ആണ്. വളരെ ഫ്രീ പ്രൊമോഷനാണ്. സായി പല്ലവി വിളിച്ച് പറയും മൈൻഡ് ചെയ്യണ്ട അത് ഇതിലൊരു കാര്യമില്ല. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ജെക്സ്റ്റപോസിഷൻ ഇല്ല, ഇങ്ങനെ മറ്റേ നമ്മുടെ രാവൺ വളരെ ഡിഫറെൻ്റ് ആയിരിക്കണം എന്നുള്ളത്. ഇപ്പോൾ രാവണനെ സംബന്ധിച്ച് ട്രെയിലർ തുടങ്ങുമ്പോഴത്തേക്ക് ഒന്നുമില്ലാതെ മറ്റേ ഒരു ചാക്കും ചുറ്റി വന്നിട്ട് രാജാവായി മാറുവാണ്. അത്രയും ക്രൗഡിന് മുമ്പിൽ നിൽക്കണം അങ്ങനെയുള്ള ഒരാള്. പിന്നെ രാമന്റെ കഥ കാണിക്കുമ്പോഴത്തേക്കും
എല്ലാം ഉള്ളിടത്ത് നിന്ന് നേരെ കാട്ടിൽ വന്ന് അങ്ങനെ വനവാസത്തിൽ അപ്പം ഈ രണ്ട് ക്യാരക്ടേഴ്സിനെ വളരെ എന്താ പറയാ ഒരു നാടകം ലൈനിൽ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ രാവണൻ വളരെ ഓവർ ദ ടോപ്പും രാമൻ വളരെ കണ്ടൻസ്ഡ് ആയിട്ട് ഒരു ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സട്ടിൽ അല്ലാത്തൊരു ഡിഫറൻസ് ആണ്, പക്ഷെ അത് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പറ്റുന്ന ഒരു ആക്ടിങ് ഒക്കെ ആയിരിക്കും. ഇവർ ഈ ട്രെയിലറിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഈ ട്രെയിലറിൽ ഇത്ര ലെങ്ത് വരാനും കാരണം എന്ന് തോന്നുന്നത് ഈ ഒരു ആർക്ക് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഈ രാവണന്റെ ആർക്കും അത് എഴുതിയാ വരുന്നുള്ളൊരു കംപ്ലൈന്റ് നമുക്കുള്ളൂ. നമ്മളിങ്ങനെ ട്രെയിലർ മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കാണുവാണെങ്കിൽ ഇത് അത്ര ശ്രദ്ധിക്കത്തില്ല. പക്ഷെ ഈ ഇടയ്ക്കിടയ്ക്ക് എഴുതി വരും രാവണൻ പ്രതികാരദാഹിയാണ്, രാമൻ ശാന്തനാണ്, ഇങ്ങനെ എഴുതി വരും ഇടയ്ക്ക്. പിന്നെ നമുക്ക് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഈ വിഗ് കോസ്റ്റ്യൂം 4000 കോടി പടം എന്ന രീതിയിൽ അവർ ഇതിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, അത്രയും പൈസ ആവശ്യമില്ല, എന്തിനാ നല്ല ഒരു മീശയോ നല്ല ഒരു താടിയോ, അല്ലെങ്കിൽ ഈ ആക്ടേഴ്സിനെ ഇത്രയും വലിയൊരു പ്രോജക്റ്റിലേക്ക് ഇൻവോൾവ് ചെയ്യുമ്പോൾ അവരുടെ ടൈം അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് താടി വളർത്താം, നിങ്ങൾക്ക് ഷേവ് ചെയ്യാതിരുന്നാൽ താടി വളരുമെങ്കിൽ താടി വളരും, ഇല്ലേ നോർമലായിട്ട് വരുന്ന വളരട്ടെ. അത് ചിലപ്പോൾ ഈ അൾട്ടിമേറ്റ്ലി എത്രയോ മാസങ്ങളടുത്തുള്ള ഷൂട്ടായിരിക്കില്ല, അപ്പോൾ അവർക്ക് അതിന്റെ ഒരു ഇത് കാരണം എല്ലാവരെയും താടി പഠിപ്പിച്ചിട്ട് വെച്ചാൽ ഇത് എന്ന് ഷൂട്ട് ചെയ്താലും ഒരേപോലെ നമ്മൾ മറ്റേ താടി വൃത്തിയാടാക്കണം. പക്ഷെ എന്നാലും ഈ മേക്കപ്പ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ താടി മീശയൊക്കെ കുറച്ച് നല്ലത് വാങ്ങിച്ചു വെച്ചാൽ അത് എനിക്ക് അതാണ് പ്രശ്നം, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് ഇത്രയും കാര്യങ്ങൾ ഈ VFX-ൽ ഇവർ ഒരു വൈഡ് ഫ്രെയിമിൽ വരുന്ന എല്ലാ പോയിന്റുകളും നോക്കിയിരിക്കും. വിവേക് ഒബ്രോയ് വന്നിട്ടൊരു മീശൻ താടി വെച്ച് വന്നിട്ടുണ്ട്. നമ്മളത് കാണുമ്പോൾ എടാ ഇത് എന്തുവാ, ഇത് നിങ്ങൾ കാണുന്നില്ലേ? അതിനൊന്നും കാര്യമില്ല മോനെ, ആ VFX ഇത് നമ്മൾ മാവേലിക്ക് ഇവിടെ വെച്ചു കൊടുക്കുന്നത്. നമ്മളിവിടെ മാവേലി ഓണം സെലിബ്രേഷൻ മാവേലിക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നത് അതായിരിക്കും ഓണം മലയാളികൾ. അല്ല ഏട്ടാ, ഇവരെ സംബന്ധിച്ച് മോനെ 3D ആകുമ്പോൾ മീശ ചാടി ഫ്രണ്ട് നിൽക്കും, നിങ്ങൾ പേടിക്കേണ്ട പോലെ രസമായിരിക്കും. അതൊക്കെ ആയിരിക്കും, പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ ഒരു എസ്തെറ്റിക് ചോയ്സ് അല്ലേ നമ്മൾ ചെയ്യാൻ പോകുന്ന രാമായണം, വളരെ ക്ലീൻ സാധനം. അതായത് നമ്മൾ ആദിപുരുഷത്തിലുണ്ടായിരുന്നു, കുറച്ച് ഡാർക്ക് ആയിരുന്നു. ആദിപുരുഷിലെ എസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ സൈഫ് അലി ഖാന്റെ ക്യാരക്ടറിന് ആ തല വന്നത് മറ്റേ ഡബിൾ ഡെക്കർ ലൈനിലായിരുന്നു. എല്ലാവരും ഇങ്ങനെ വെച്ചപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ അതൊക്കെ റീൽ കാണുന്ന പിള്ളേർക്കും ഇത് കാണാൻ പറഞ്ഞു. 90:60 റേഷ്യോയിൽ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് വൈറ്റ് സ്ക്രീനിലേ കാണാൻ പറ്റത്തുള്ളൂ. ഇതാകുമ്പോ ഇങ്ങനെയും കാണാം. പക്ഷെ ഇതൊരു നമ്മളെ 10 തല രാവണൻ ആ സാധനം ഇല്ല. അത് എങ്ങനെയായിരിക്കും അപ്പൊ ഇവർ പ്രസന്റ് ചെയ്യുന്ന അറിയാൻ ഈ 10 തല രാവണൻ എന്ന് പറയുന്നതിനെ എങ്ങനെ മറ്റേ സാധനമൊക്കെ ഓർമ്മല്ലേ, വയലൻസ് വയലൻസ് വയലൻസ്. ഓൾമോസ്റ്റ് ഇപ്പൊ അത് ഈ പടത്തിൽ യാഷ് വളരെ കുറച്ചേ ഉള്ളൂ, സ്ക്രീൻ ടൈം കുറവാണെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് പുള്ളിയിൽ നിന്ന് ഇപ്പൊ ഈ ഓർഡറിലാണ് പോകണമെങ്കിൽ പുള്ളിയിൽ നിന്ന് തുടങ്ങിയിട്ട് അത് ഈ എൻഡിൽ ഇവർ രണ്ടിനും കണ്ടുമുട്ടുന്നില്ലല്ലോ. ഇപ്പൊ രാമനും രാവണനും തമ്മിൽ കണ്ടുമുട്ടുന്നില്ല, അത് ഏറ്റവും ക്ലൈമാക്സിലായിരിക്കും. അതെ, ഇതിനകത്ത് ചെയ്ത് നിർത്തിയേക്കുന്നത് എന്താ മറ്റേ രാമന്റെ ആ യുദ്ധമല്ല, സ്റ്റാർട്ടിങ് യുദ്ധം തുടങ്ങി, യുദ്ധമല്ല എന്തോ ഒരു സ്റ്റാർട്ടിങ് രാമൻ നിൽക്കുന്ന അവിടെ ഒരു പടയാളികളുടെ വലിയ സംഘം എന്തോ ഒരു സംഭവത്തിൽ നിന്നിട്ട് രാവണൻ ഇങ്ങനെ പറന്നു പോകുന്നതായിട്ടാണ്. എനിക്കൊന്ന് ലാസ്റ്റ് പോയിന്റിൽ ഹെൽപ്പ് ചോദിച്ച് സുഗ്രീവന്റെ അടുത്ത് എത്തു, അപ്പൊ ഒരാൾക്ക് സഹായിക്കാൻ കഴിയത്തുള്ളൂ ആരാ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പയർ ചെയ്യുന്ന ആ ഒരു വിഷ്വല്ലേ, അല്ലെങ്കിൽ റാം എന്നൊരു വിളിയും ചെയ്തിട്ട് കട്ട് ചെയ്താലും മതി. അത് മതി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഇത് ചെയ്യട്ടെ. നമ്മളെന്തായാലും നമ്മൾ ഇന്നാണ് നമ്മൾ പോയി ഫസ്റ്റ് വർഷം ഡെഫിനറ്റ്ലി കാണും. എനിക്ക് PXL ചെയ്യണം, PXL പോയി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതെ, പക്ഷെ എന്റെ ക്യൂരിയോസിറ്റി എനിക്ക് അത്ര ദിവസം അന്ന് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ കണ്ടിട്ട് പിന്നെ വന്ന് കാണാം. ഈ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ കുറച്ചധികം കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എഴുതി വെച്ചു. സെക്കൻഡ് ഡേ ഈ ട്രെയിലർ കണ്ട് പിറ്റേ ദിവസമാണ് ഞാൻ സ്പൈഡർമാൻ കാണാൻ പോകുന്നത്. അപ്പം വളരെ അപ്രതീക്ഷിതമായി. ഇപ്പം നീയും ഫസ്റ്റ് ഡേ കണ്ടിട്ട് ഈ ട്രെയിലറിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ പെട്ടെന്ന് രാമായണത്തിന്റെ ട്രെയിലർ വന്നപ്പം ഞാൻ ട്രെയിലർ കണ്ട് പറഞ്ഞു ചേട്ടാ മിക്സ്ഡ് ആണ് എന്ന് പറഞ്ഞു. അപ്പം ഈ ഫസ്റ്റ് ഷോട്ട് തൊട്ട് വല്ലാണ്ട് എൻ്റെ അഭിപ്രായം, ഒന്നാമത്തെ കാര്യം ഞാൻ PXL ഈ സ്പൈഡർമാൻ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്തത് ഏറ്റവും ഫ്രണ്ട് റോ എ റോയിൽ ചെന്നിട്ട് സെൻട്രൽ ഇരിക്കുക. സെൻട്രലിട്ട് ഞാൻ കണ്ണാടി വെച്ച് കഴിഞ്ഞിട്ട് കണ്ണാടിയും വെച്ച് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞാലും സ്ക്രീനാണ്. അത്രത്തോളം അകത്തിരുന്നത് കൊണ്ട് തന്നെ 3Dയുടെ ഡെപ്ത് എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തു. അതാ പറഞ്ഞത്, അതിനകത്ത് രാമൻ എന്ത് ഫീൽ ചെയ്യുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. അതെ, ഞാൻ രാവണനെ അടുത്ത് കാണുവാണ് ഞാൻ. അപ്പം ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ 3D പടത്തിനെ കുറിച്ച് കുറച്ചധികം നമ്മൾ ഇതിനു മുമ്പ് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3D പടം 3Dക്ക് വേണ്ടി
നമ്മളൊരു പടം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 2D ഇമേജസ് കാണുമ്പോൾ കുറച്ചധികം ഒരുമാതിരി ഒരു പ്രശ്നമുണ്ട്. കാരണം ഇത് നമ്മൾ ഇതിന്റെ ഡെപ്ത് നമുക്ക് ഒട്ടും ഫീൽ ചെയ്യത്തില്ല, ഭയങ്കര കോൺട്രാസ്റ്റ് ആണ്. അത് 2Dയിൽ ഒട്ടും ഡെപ്ത് തോന്നത്തില്ല. അതെന്താന്ന് വെച്ചാൽ 3Dയിൽ അങ്ങേ ദൂരം കൊണ്ട് പ്ലേസ് ചെയ്യുന്ന ഒരു ഇമേജ് ആയിരിക്കും. അത് പക്ഷേ 2Dയിൽ അത് മൊത്തത്തിൽ ഫ്ലാറ്റ് ആയിട്ട് ഇവിടെ കിടക്കാം. അപ്പോൾ നമുക്കത് ചേരത്തില്ല. അത് രണ്ടിനും വേണ്ടി സെപ്പറേറ്റ് ഇമേജറി അങ്ങനെ ഒരു പൈപ്പ് ലൈൻ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ ഒരു പൈപ്പ് ലൈൻ ചെയ്താലേ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കൺവേർട്ട് 3D അല്ലെങ്കിൽ അങ്ങനെയല്ല. ഇതിന്റെ ഈ VFX ചെയ്യുന്ന ടൈമിൽ ഇവരിത് പ്ലേസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം കാരണം ഇവർക്കറിയാം ഇത് 3Dയിൽ കാണുമ്പോൾ ഡീറ്റെയിൽ വേണം ഏതാ ഈ ബാക്കിൽ നിൽക്കുന്ന ഒബ്ജക്റ്റിന്. പക്ഷെ നമ്മൾ ഇത് 2Dയിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു പരിധിവരെ ആ ഡീറ്റെയിലിന്റെ ആവശ്യമില്ല. കാര്യം ഫോക്കസ് ഫ്രണ്ടിലാണെങ്കിൽ അത് ഒരു പരിധിവരെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും അപ്പം ഇതിന്റെ പ്രോസസ്സ് കൃത്യമായിട്ട് നമുക്കറിയില്ല. പക്ഷേ 3Dയിൽ കണ്ടപ്പോൾ ഈ ട്രെയിലറിന്റെ വലിയൊരു ശതമാനം പ്രശ്നങ്ങളും എനിക്ക് ഇല്ലാതായി. PXLനകത്ത് ഭയങ്കര ഡെപ്താണ്, ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻവോൾവ് ഡെപ്താണ്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയനിൽ ഇത് ഫസ്റ്റ് ഡേ 3Dയിൽ കണ്ടിട്ട് വലിയൊരു പോസിറ്റീവ് ഉറപ്പായിട്ട് എനിക്ക് മനസ്സിലായി. ഈ സിനിമ കാണാൻ പ്രത്യേകിച്ച് രാമനൊക്കെ മുമ്പിൽ വന്നിരുന്ന് രാമൻ ആ ഷോട്ടില്ലേ ഇൻട്രോ ഷോട്ട് പോലത്തെ ഇങ്ങനെ ആ സാധനം നോർത്തില് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും. നമ്മൾ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് രാമൻ വരുന്നു, ഇത് വന്നിട്ട് രാമൻ നമ്മൾ തൊഴുമ്പോൾ തിരിച്ച് നമ്മൾ തൊഴും. 3Dയിലൊന്നും തൊഴുമ്പോൾ അല്ല എനിക്ക് മനസ്സിലായി ഈ സിനിമയ്ക്ക് നാളെ ഉണ്ടാകാൻ പോകുന്ന, കാരണം ഈ സിനിമ കാണാൻ പോകുന്ന മെജോറിറ്റി ഓഫ് ഓഡിയൻസിനും ഇത്രയും വലിയൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുക എന്നുള്ളതാണ് അവരുടെ വലിയ ആവശ്യം. അവർക്കിപ്പോൾ ഇതിന്റെ കഥയ്ക്കകത്തോ ഇതിന്റെ ആക്ടിങ്ങിനകത്തോ ഇവരുടെ ഈ പറഞ്ഞ നമ്മൾ ഈ റൈറ്റിങ്ങിന്റെ പരിപാടി ഡയലോഗ് ഇതിനൊക്കെ അപ്പുറത്തേക്ക് വിഷ്വൽ എക്സ്ട്രാവഗൻസ് ആണ്. നിങ്ങൾ 3D ഗ്ലാസ് വെച്ച് തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് 3Dയിൽ എന്തൊക്കെ എലമെന്റുകൾ നിങ്ങളെ ഭ്രമിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിനെ കുറച്ച് ഇങ്ങനെ മൗണ്ടിയാണ്. ആദിപുരുഷ 3D ആയിരുന്നല്ലേ? ആദിപുരുഷ 3D ആയിരുന്നു, കൊള്ളത്തില്ലായിരുന്നു. ഇങ്ങനെ മൗണ്ടിയാണല്ലോ. ഇങ്ങനെ ആദിപുരുഷ വന്നില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. വന്നതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യാം. ആദിപുരുഷിലും ഭേദമാണല്ലോ. അതെ ഇപ്പൊ ഒരുപാട് പേർക്കുള്ളൊരു ഇപ്പൊ ഈ മിക്സ്ഡ് ആയിട്ട് അഭിപ്രായം പറയുന്നവർക്കും ആദിപുരുഷിനേക്കാൾ വേ ബെറ്റർ പടം എന്നുള്ള ലൈനിലാണ് പറയുന്നത്. ബട്ട് എന്നെ സംബന്ധിച്ച് ആദിപുരുഷ് മറ്റേ കടലിനടിയിൽ ഏറ്റവും താഴത്ത് കിടക്കുമ്പോൾ ഇതങ്ങ് ആകാശം നിൽക്കുക. അത്ര ഡിഫറൻസ് ഉണ്ട് ഇതിനകത്ത് തമ്മിൽ. നമ്മൾ ഈ ലിസ്റ്റിൽ കൊണ്ടുവരണ്ട. അത് നമുക്ക് ഷിഫ്റ്റ് ഡിലീറ്റ് അടിച്ച് കളയാൻ പറ്റുന്ന ഒരു സാധനം അതിനപ്പുറത്തേക്ക്. അതായത് ഇതിനകത്ത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പ്രശ്നം ഈ കോസ്റ്റ്യൂമിന്റെ ആണെങ്കിലും ഈ വിഗിന്റെ ആണെങ്കിലും എന്താ പറയുക ഈ ആക്ടിങ്ങിന്റെ ഇതൊക്കെ ഒരു ആദ്യത്തെ 15-20 മിനിറ്റിൽ നമുക്ക് ഇങ്ങനെ ഓവർകം ചെയ്യാവുന്ന ടൈപ്പ് പ്രശ്നങ്ങളാണ്. ആദിപുരുഷനെ പോലെ അവസാനം വരെ ഇങ്ങനെ മൊത്തത്തിൽ ഡൗൺ അല്ല എനിക്ക് തോന്നുന്നത്. അതെ ഇപ്പം നമ്മുടെ ഈ മുൻവിധികളെല്ലാം നമ്മൾ പണം കാണാൻ കയറിയിരുന്നു. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഇതൊക്കെ വിട്ട് അത് ഈ 4 മിനിറ്റ് ട്രെയിലർ ഞാൻ 3D കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഈ 3D കാണുമ്പോൾ ഈ ഇതിന്റെ ഈ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മള് വേറൊരു വേൾഡ് ഇൻവോൾവ് ആവും. അതെ ഡെപ്ത് നല്ല എനിക്ക് നല്ല റിസൾട്ട് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്പൈഡർമാനെ കാണുന്ന അടുത്ത് അതും രസമുണ്ടായിരുന്നു. ഇതിന് മറ്റേ ലാസ്റ്റ് ഒരു സീക്വൻസിൽ ഈ അതിനും നല്ല ഡെപ്താണ്. പിന്നെ രാമൻ ഒരു സാധനം ഇങ്ങനെ ഒരു ഇതിലേക്ക് വിടത്തില്ല. അതിനൊക്കെ അതിങ്ങനെ കിടക്കുക നമ്മളിങ്ങനെ 2D ആകാശത്തേക്ക് നോക്കുന്ന പോലെ. അതെ നമ്മൾ ആ ഷോട്ട് അല്ലാതെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഇതെന്ത് ഈ ഷോട്ടിലേക്ക് ഒരു 5 സെക്കൻഡ് സസ്റ്റൈൻസ് ഒക്കെ വെച്ചേക്കും. പക്ഷെ അതിനകത്ത് ഇങ്ങനെ അങ്ങ് പോവുക. അപ്പം അങ്ങനെ കുറച്ചധികം എനിക്ക് വർക്കാവുന്ന ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ രാവണൻ വന്ന് അനൗൺസ് ചെയ്യുമല്ലോ രാവൺ രാജ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അവിടെ ഈ വൈഡ് ആംഗിൾ ലെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് മോശമൊന്നുമില്ല. കുറച്ച് ത്രൂ ഔട്ട് ദ ട്രെയിലർ കുറച്ചത് ഈ വൈഡ് ആംഗിൾ ചെറിയ ഡിസ്റ്റോർഷൻ എന്ന എലമെന്റ്. അപ്പം ഈ വൈഡ് ആംഗിൾ ലെൻസിന്റെ സിനിമാറ്റോഗ്രഫി ഞാൻ പേഴ്സണലി കുറച്ച് അസോസിയേറ്റ് ചെയ്യുന്നത് വളരെ മോഡേൺ ആയിട്ടുള്ള സിനിമകളുമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ ബ്ലോക്ക് ലെൻസിലായി ഇത് കുറച്ച് കാലഘട്ടം പിന്നോക്കമുള്ള ഒരു സംഭവമാണ് നമ്മൾ പറയുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഒഡീസിക്കകത്ത് ആ ഇഷ്യൂ ഇല്ല. കാരണം ഒഡീസിക്കകത്ത് നമ്മളൊരു ക്യാമറയിലൂടെയാണ് ഈ കഥ കാണുന്നുള്ള ഒരു എലമെന്റ് ഇല്ല. അത്രയും സ്റ്റൈലിസ്റ്റിക് ആയിട്ടല്ല ഇവർ പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ലെൻസ് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴത്തേക്കും ഇതൊരു ക്യാമറ വഴി എന്തോ ക്യാപ്ചർ ചെയ്തതാണ് ഇത് അങ്ങനെ ഫീൽ ചെയ്യാതിരുന്നിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. അത് കുറച്ചധികം കാണും ആ ഷോട്ടുകൾ. മറ്റേ രാവണൻ നടന്നു പോകുന്ന ഷോട്ട് ടീസറിലുണ്ടായിരുന്നു. ടീസറിൽ വേറൊരു സംഭവമായിരുന്നു ഇങ്ങനെ മറ്റേ ഇതിലേക്ക് നടന്നു പോകുന്നായിരുന്നു എന്തോ നമ്മുടെ ഇതിനകത്തോട് നടന്നിരുന്നു. അതിന് ഒരുപാട് പേർക്ക് ആ കളർ ഗ്രേഡിംഗിൽ ഇഷ്യൂ ഉണ്ടായിട്ട് അത് ഇത് കറക്റ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ നാച്ചുറലിസ്റ്റിക് അത് ഇതും കുറച്ച് പേർക്ക് ഇഷ്യൂ. ഇതിൽ ഒരുപാട് സാധനങ്ങൾ അവർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മറ്റേ ആ ജയന്റിന്റെ ഫേസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുറച്ച് റീവർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ ട്രെയിലറിനകത്ത്. അതെ അപ്പം പറഞ്ഞിട്ട് ഈ ലെൻസിന്റെ ഇത് അപ്പം നമുക്ക് ഈ കുറെ കൂടെ ഒരു അതായത് ലെൻസിലൂടെയാണ് നമ്മൾ ഈ കഥ കാണുന്നത് അല്ലെങ്കിൽ ഒരു ക്യാമറ വെച്ച് ക്യാപ്ചർ ചെയ്താണെന്നുള്ള ഫീലിംഗ് കുറച്ചിട്ടുള്ള ലെൻസ് ചോയ്സസ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു
കുറച്ചുകൂടെ കുറേയൊക്കെ ഷോട്ടുകൾ ഒരുപാട് പേർക്ക് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ആ ക്രൗഡ് വളരെ ഫേക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പൊ അത് എനിക്കൊന്നും അതിന്റെ ഒരു വേരിയേഷൻ ഇല്ല. ഇപ്പൊ നമ്മള് RRR എടുക്കുകയാണെങ്കിൽ ഇനിഷ്യലി ഒരു സീക്വൻസ് ഉണ്ട്, മറ്റേ നമ്മുടെ രാംചറിന്റെ ഇൻട്രൊഡക്ഷൻ. അപ്പൊ അതിനകത്ത് ഒരു ക്രൗഡ് ഇങ്ങനെ ഉണ്ട്. അതിനകത്ത് ഇവർ ചെയ്തെന്ന് പറഞ്ഞാൽ മൾട്ടി പ്ലേറ്റ്സ് വെച്ചിട്ടാണ്. അപ്പൊ അത്രയും ബഡ്ജറ്റ് കുറഞ്ഞൊരു പടത്തി അങ്ങനെ ഒരു ചോയ്സ് അവർക്ക് എടുത്തു. മാത്രമല്ല കുറെ ടർബനുകള്, കളർ, ഇവർ ഉപയോഗിക്കുന്ന ഡ്രസ്സിന്റെ ഈ വേരിയേഷൻ, അതായത് കളർ വേരിയേഷൻ ഉണ്ടാവുന്നതുകൊണ്ട് നമുക്കിതിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഒരേ കളർ ആൾക്കാർ നിൽക്കുന്നത് ഇതൊരു ജനറേറ്റഡ് ഫീൽ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും ആള് കൂടുമ്പോൾ ചിലപ്പം ഇപ്പൊ കഥയിൽ എങ്ങനെയാണ് ഇത് വരുന്നത്, ഏത് പോയിന്റിലാന്ന് അറിയത്തില്ല. പക്ഷെ എന്തെങ്കിലും ഒരു വേരിയേഷൻ ഓഫ് സംഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു, ഇപ്പൊ എല്ലാവരും ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന എന്താണെന്ന് മനസ്സിലായില്ല. അത് കുറച്ച് എന്തെങ്കിലും ഒരു അതായത് രാവൺ മറ്റേ അതിന്റെ ചോയ്സസ്, അങ്ങനെയുള്ള ചോയ്സസ് കണ്ടപ്പോൾ പോലെ നമുക്ക് അതിനും ഈ പറഞ്ഞ ഒരു അതും ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഈ ലെൻസ് ചോയ്സ്, ഇപ്പൊ അത്രയും വൈഡ് ആംഗിൾ ഒക്കെ ഇട്ട് അല്ലാതെ ഇങ്ങനെ ഒരു ബ്ലോക്ക് ലെൻസിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊന്ന് വേറൊരു സംഭവം. പിന്നെ ത്രൂ ഔട്ട് ലൈറ്റിങ് ഇങ്ങനെ ഭയങ്കര വേരിയേഷൻ ആയിരുന്നു. അത് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. മറ്റേ അങ്ങനെ കുറച്ച് സംഭവം ഈ പറയുമ്പോൾ ഒരുപാട് കംപ്ലയിൻസ് ആണെന്ന് തോന്നിയെങ്കിലും ഈ 4 മിനിറ്റ് ട്രെയിലറൊക്കെ ആസ്വദിച്ചു. പക്ഷേ നമ്മൾ ഈ പുള്ളി തുടക്കം തൊട്ട് വന്ന് ഈ 4000 കോടിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മളിത് കണ്ടുവിട്ടെ. പൊതുവെ അത് ഇവര് ഈ പടത്തിന്റെ മാർക്കറ്റ് ഏറ്റവും വലിയ നെഗറ്റീവ് ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമയ്ക്ക് കാണുന്ന എല്ലാം പോസിറ്റീവ് ആയിരുന്നു. ഒരാവശ്യമില്ല 4000 കോടി നമ്മൾ അവതാറിന് മേലെ കൊണ്ടുവെക്കുന്നു, ഡ്യൂണിന് മേലെ കൊണ്ടുവെക്കുന്നു എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. പിന്നെ നമ്മുടെ ആൾക്കാരെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു പ്രത്യേകത, ഓഹോ അങ്ങനെയാണെന്ന് കാണണല്ലോ, അങ്ങനെയാണ് ഞാൻ പോസ് അടിച്ച് വെച്ച് സൂം ചെയ്ത് വെച്ച് അവതാറിന് മേലെയാണ്. നമുക്ക് അങ്ങനെ ഒരു മെന്റാലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളതിനെ ചോദ്യം ചെയ്യാറ്. അതായത് നമ്മള് നമുക്ക് രാമായണം കാണാന്ന് പറഞ്ഞ് വെറുതെ വീട്ടിൽ ഇരിക്കുന്ന ഒരാളെ അവിടെ ചെന്നിട്ട് നീ രാമായണം കാണാതിരിക്കുമല്ലേ, ഇത് എങ്ങനെ വരുമെന്ന് അറിയോ, അവതാറിന് മേലെ വരും എന്ന് പറയുമ്പോഴത്തേ അങ്ങനെയാണെങ്കിൽ വന്നിട്ട് അവനോട് പറയണം, നീ പറഞ്ഞ അത്ര അവതാറിന് മേളിലൊന്നും ഇല്ല, ഓക്കെ എന്ന് പറയുന്ന രീതിയിൽ അവനോട് പറയുമ്പം ആ പറഞ്ഞ ആളോട് നമുക്ക് അവൻ പെട്ടെന്ന് ചമ്മിപ്പോവും. ഇതാണ് നമ്മുടെ എല്ലാവരുടെ ആവശ്യം. എന്താ, ഇതൊരു മനുഷ്യ സഹജമായൊരു സംഭവമാണ്. അങ്ങോട്ട് ചെന്ന് ചെറിയതാണ്. അതെ, എല്ലാവരും ഞാൻ വെറുതെ വീട്ടിൽ നിന്ന് രാമായണം കണ്ടിട്ട് പോയാൽ. അതെ, ഒരു 4 മിനിറ്റ് ട്രെയിലറിനെ പറ്റിയാണ് നമ്മൾ 3/4 മണിക്കൂറിന് വേണ്ടി സംസാരിച്ചുകൊണ്ട്. അത്രയും നമ്മള് എന്താ പറയാ പ്രതീക്ഷിച്ച് ഇപ്പം വാരാണസിയുടെ ഒരു എന്തെങ്കിലും ഒരു വരുമ്പോഴും നമ്മളുടെ പ്രതീക്ഷ അങ്ങനെയാണ്. കാരണം ഇതിനെക്കുറിച്ച് കുറേ ഇങ്ങനെ കേൾക്കുവാണ്, എന്തോ പരിപാടികൾ വരുന്നു, പൃഥ്വിരാജ് വന്ന് കുറച്ച് ഇന്റർവ്യൂവിന് കുറച്ച് പരിപാടികൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് കേൾക്കാതെ വിടാന്ന് വെച്ചാൽ സമ്മതിക്കുന്നില്ല. പടം ഇറങ്ങുമ്പോൾ പോയി കണ്ടാൽ മതി എന്ന് വിചാരിച്ചാൽ സമ്മതിക്കുന്നില്ല. എവിടെയൊക്കെയോ നമ്മുടെ മനസ്സിൽ വരാം, വാരാണസി നാളെ ഇറങ്ങിയിരുന്നേ പോയി കാണാറുന്നുള്ള. പിന്നെ കുറെ പേർക്കുള്ള ഇഷ്യൂ ആണ് ഈ റിയൽ ലൈഫ്. നമ്മുടെ കാന്താരയുടെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ, റിയൽ ലൈഫ് നമ്മൾ ടീച്ചറിലും പറഞ്ഞ അങ്ങനത്തെ എന്തുകൊണ്ട് ഇതൊരു ഷൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഇപ്പോൾ ഒഡീസി മൊത്തം ഇവരുടെയൊക്കെ കംപ്ലൈന്റ് ആയിട്ട് മെയിനായിട്ട് ഇവർ പറയുന്നത് ഇത്രയും വലിയ നടന്മാരെ കൊണ്ട് റിയൽ ലൈഫ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ക്രൗഡ് കൺട്രോളും പ്രശ്നങ്ങളും, പണത്തിന്റെ ഒരു ഇഷ്യൂ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ കാന്താര പോലും അവർ റിയൽ ലൈഫ് ലൊക്കേഷനിൽ കൊണ്ട് ഷൂട്ട് ചെയ്ത് ചിലപ്പോൾ ഇവരുടെ സൗകര്യക്കുറവുകളായിരിക്കും. അതെ, ആ ശൂർപ്പണ സീനൊക്കെ വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ സേബർ ടൂത്തും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതൊക്കെ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുക, ഇങ്ങനൊരു ആനിമൽ ഇല്ല. അത് തന്നെ. അതേപോലെ തന്നെ ആനിമലിനെ നമ്മുടെ ലാസ്റ്റ് രാവണൻ മറ്റേ മിഠായി, പക്ഷെ ജഡായുവിന് അത്രയും ഫീൽ ചെയ്തില്ല. അതേപോലെ തന്നെയാണ് ഐരാവതം. ഈ 2 ആനിമലാണ് നമുക്ക് പറയാം. ജഡായുണ്ട് തുടക്കം ഇങ്ങനെ പറഞ്ഞ ഒരു വൈഡ് ഷോട്ട്, അതൊക്കെ രസമുണ്ട്. അതിനകത്തും ഈ ക്രൗഡ് രസമുണ്ട്. അതിനകത്ത് താഴെ കൂടെ പോകുന്ന ക്രൗഡിന് ഒരു വെറൈറ്റിയും കളറും പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം ഇവർ ചെയ്യാൻ അറിയാഞ്ഞിട്ടില്ല. ഈ ഇൻകൺസിസ്റ്റന്റ് ആണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ചിലപ്പോൾ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ഇത് എൻ്റെ ആവശ്യമുള്ളൂ എന്ന് മറ്റേ സീൻ നന്നായിട്ട്. അതാ പറയാം, നമുക്ക് ഈ പടം കാണുമ്പോൾ അറിയാൻ പറ്റില്ല ഇവർ എത്രത്തോളം ആത്മാർത്ഥത, എവിടെയൊക്കെ ഇവരത് ആത്മാർത്ഥതയുടെ അളവുകോൽ എവിടെയൊക്കെ കുറയുന്നു കൂടുന്നുള്ള സിനിമ ഉണ്ടല്ലോ മനസ്സിലാകുന്നു. കാര്യം ഈ സീനകത്ത് ഇത്ര മതിയാവും. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണം. മറ്റേ ഏറ്റവും മേളിൽ കൊണ്ട് കുറച്ച് സാധനം ഇതൊക്കെ നമുക്ക് പക്കയാക്കണം. ഇത് ഗംഭീരമാണ്. അത് അവിടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഇതിന് ഇത്ര ആവശ്യമുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവരുടെ ഏറ്റവും ലീസ്റ്റ് ഇൻട്രസ്റ്റ് സംഭവം ഈ ടോക്കി പോഷൻ ആയിരിക്കും. ബാക്കി നമ്മൾ VFX ചെയ്തോളാം, താൻ മാറി നിതീഷ് ഞാൻ പറഞ്ഞത്രയും ചെയ്താൽ മതി എന്ന് പറയുന്നത്. പുള്ളിയുടെ ഇന്റർവ്യൂകളൊക്കെ കുറവാണ്. പുള്ളി വന്നിരുന്നിട്ട് അതെ ഞാനിത് എങ്ങനെ അപ്രോച്ച് പുള്ളിയുടെ ഫസ്റ്റ് ഇന്റർവ്യൂ ഞാനിങ്ങനെ പുള്ളിക്ക് പ്രത്യേകിച്ച് ഒരു വോയിസ് ഇല്ലാത്ത ഒരു ഫീല് ഉണ്ടായിരുന്നു. സഞ്ജയ് ലീല ബൻസാലി വിളിച്ചിരുന്നെങ്കിൽ ഇത് വേറെ വഴിക്കൊക്കെ. നമിത് മൽഹോത്ര തന്നെ ആദ്യം ഓടിച്ചു. തന്റെ കമ്പനി വർക്ക് ചെയ്താൽ മതി, VFX ചെയ്താൽ മതി, താൻ ഡയറക്റ്റ് ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറയും. അങ്ങനെ എഴുതി കാണിക്കുന്നു പുള്ളിയുടെ ലീല ബൻസാലീസ്. 2 ബൻസാലീസ്, നമിത് മൽഹോത്രാസ് എന്നൊക്കെ വരുന്ന എഴുതി രാമായണം എന്ന് എഴുതി വരേണ്ടി വന്നേനെ. പിന്നെ നമ്മള് ടീച്ചറിലൊക്കെ ഉള്ള രാക്ഷസന്മാരുടെ കംപ്ലൈന്റ് വരെ മാറ്റിയിട്ട് അതേ രാക്ഷസൻ ഒരു തിലകം വരച്ച് വെച്ചിട്ട് ചെറിയ പല്ലിനൊക്കെ പുഴുപ്പല്ലോ അങ്ങനെ ഇന്ത്യനൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്.
ലോർഡ് ഓഫ് ദ റിങ്സ് പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മാറ്റി പിടിക്കാം, ഫേസ് മാറ്റി എന്ന് പറയുന്ന പോലെ. അതെ അതെ. പിന്നെ മറ്റേ എവിടെയാണ് ഇന്നലെയാണ് നമ്മൾ ചർച്ച ചെയ്തത് ചൈനീസ് സിനിമകളുടെ ഇൻഫ്ലുവൻസ് എന്തുവരുന്നു. ഈ അമേരിക്കൻ സിനിമകൾ ഈ സോഫ്റ്റ് പവർ എന്നാണല്ലോ പറയുന്നത് ഈ സിനിമകളെ. അതായത് ലോകത്ത് ഇപ്പോൾ ഏറ്റവും നല്ല സിനിമകൾ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ ഹോളിവുഡ് എന്ന് പറയുന്ന പോലെ ഒരു ചൈനീസ് ഒരു ഫിലിം ഇൻഡസ്ട്രി ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ കുറച്ചധികം കാലഘട്ടമായിട്ട് അവർ ഈ വിഷ്വൽ എക്സ്ട്രാവഗൻസ, എപ്പിക് സിനിമകളുണ്ട്. അതെ എപ്പിക് സിനിമകൾ, വിഷ്വൽ എക്സ്ട്രാവഗൻസ, VFX എന്ന് പറയുന്ന പോലെ ഗെയിമിംഗ് വേൾഡിൽ ഈ പറയുന്ന AAA ടൈറ്റിൽസും ബ്ലാക്ക് വൂക്കോങ് അങ്ങനത്തെ ഒരു ഗെയിം. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ബ്ലഡ് മെസ്സേജ് അങ്ങനത്തെ കുറച്ച് ഗെയിംസ് വരുന്നു. പിന്നെ ആനിമേറ്റഡ് ആയാലും മറ്റേ നീജ 2 അങ്ങനെ അവർ വരുന്ന പോലെ നമ്മൾ വരാൻ പോകുന്നതിൻ്റെ ഫസ്റ്റ് ശ്രമമാണ്. പക്ഷെ ഇത് കുറച്ചധികം ഡെറിവേറ്റീവ് ഇൻഫ്ലുവൻസ്ഡ് ഒരു വിഷ്വൽസ് പോലെയാണ് തോന്നുന്നത്. നമുക്കൊരു യുണീക്നെസ് ഇതിനൊരു ഇന്ത്യൻ എനിക്ക് തോന്നുന്നു പുറത്തത് കുറച്ചുകൂടെ ഫീൽ ചെയ്യും. നമ്മൾ ഈ കിരീടവും പരിപാടികളൊക്കെ നമ്മൾ കുറച്ചധികം കണ്ടുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു പുറത്ത് ഇതിന്റെ ഡിസൈനിങ് ഒക്കെ ഇല്ല, അത് കുറച്ചുകൂടെ ഇത് പ്രൊഡക്ഷൻ ഡിസൈൻ കുറച്ചുകൂടെ വർക്കാവും. ഈ VFX ചിലപ്പോൾ അവർക്ക് വലിയ വെള്ള ഐരാവതത്തെ കാണുമ്പോൾ അതൊരു പുതിയ വിഷ്വലാണ്. മറ്റേ ഒരു ഇതില്ലാട്ടാ ഒരു ഡിസ്ട്രിക്ട് പടം പേര് ഈ ആനയുടെ ജംബോയോ അല്ലല്ലോ ഡംബോ അതും കളറിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ ചിലപ്പോൾ അതൊക്കെ വെച്ച് അവർക്ക് കണക്ട് ചെയ്യുന്ന അങ്ങനെ ഇരിക്കും. പിന്നെ ആ പട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ രാവൺ ഒരിക്കലും പ്രതികാരം വിട്ട രാവണനെ കൊന്നുകളയും എന്നും പറഞ്ഞല്ല ഇത് ഇറങ്ങിപ്പോ. ആ ഒരു ക്യാരക്ടർ അല്ല രാവൺ എന്നുള്ളൊരു ഇതുണ്ട്. അവിടെ മാത്രമേ രൺബീറിന്റെ മുഖത്ത് ചെറിയൊരു വേരിയേഷൻ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ശാന്തരായി നിന്നിട്ട് 3 ലോകത്തിന്റെയും. പക്ഷെ അത് പറയുമ്പോഴും പുള്ളി ഇങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് സ്റ്റിഫ് ആണെങ്കിലും ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഞാൻ ഇത് എന്തായത് എനിക്ക് അതിന്റെ ഒരു ആ വിഷ്വലി കാണുമ്പോഴേ നമുക്ക് അതിന്റെ ഒരു എനിക്ക് എന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ട് മറ്റു കൊല്ലും ഞാൻ അവൻ ഇങ്ങനെ അഭിനയിക്കണമെന്നല്ല നമ്മൾ പറയുന്നത്. നമ്മളിത് സ്റ്റിഫായിട്ടെന്ന് പറഞ്ഞാലും നമുക്കിത് ഫീൽ ചെയ്യിക്കുക എന്നൊരു സംഭവമുണ്ട്. അത് തോന്നുന്ന ഫേസ് കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നണം സീതയെ അത്രേ ഉള്ളൂ സംഭവം. അല്ലാതെ പുള്ളി അവിടെ ഓവർ എക്സ്പ്രഷൻ ഇടുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. എനിക്ക് മറ്റേ രൺബീറിന്റെ മറ്റേ ഈ നിരാശാ കാമുകൻ റോളുകൾ പുള്ളി കുറച്ചതും ചെയ്തിട്ടുണ്ട്, അത് ഓർമ്മിപ്പിച്ചു. അത് ഉറപ്പായിട്ട് വരുമോ ചന്നാമേരയായിലേക്ക് പോകുമ്പോൾ അത്രേ ഉള്ളൂ.